നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 28 വരെയുള്ള ഒരു മാസം 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 4-ാം തീയതി ബുധൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 6-ാം തീയതി ശുക്രൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 13-ന് സൂര്യൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 23-ന് ചൊവ്വ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 4 ഗ്രഹങ്ങൾ ഏകദേശം 23-ന് ശേഷം കുറച്ചു കാലത്തേക്കെങ്കിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കും. ചില പ്രത്യേക രാശിക്കാർക്ക് ഗുണമാണ്. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം വരുമാന വർധനവിന് നല്ല സാധ്യതയുണ്ട്. തങ്ങൾക്ക് അറിയാവുന്ന മേഖല, തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ചില പ്രത്യേക സ്കില്ലുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള കർമ്മ പദ്ധതികൾ, മേലധികാരികളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള അവസ്ഥ, അതുപോലെ തന്നെ IT, അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അത് ഇവിടെ ക്രയവിക്രയം ചെയ്യുന്നതിലോ, അതുമല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ ഏജൻസി എടുക്കുന്നതിലോ, അതുമല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന കാര്യത്തിലോ ഒക്കെ തന്നെയും വരുമാന വർധനവിന് കാരണമായേക്കാവുന്ന തരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകുമെന്ന് കാണുന്നു ഈ മാസത്തിൽ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു മാസമാണിത്. പ്രത്യേകിച്ചും പ്രണയ സംബന്ധമായ കാര്യങ്ങളിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും, അതുപോലെ വീട് പുതുതായി വാങ്ങുന്നതിനോ വസ്തു പുതുതായി വാങ്ങുന്നതിനോ, ഇപ്പോൾ നിലവിലുള്ള വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് മൂടി പിടിപ്പിക്കുന്നതിലോ, വാഹനം പുതിയത് വാങ്ങുന്നതിനോ, പുതുവസ്ത്രം ലഭിക്കുന്നതിനോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആകർഷകമായ ഉപകരണങ്ങൾ ലഭിക്കുന്നതിലോ, വീട്ടിലെ ഫർണിച്ചർ വാങ്ങുന്നതിനോ ഒക്കെ സാധിക്കുന്ന ഒരു മാസമായി കാണുന്നു. കലാരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. കലാപരമായ കഴിവുള്ളവർക്ക് വലിയ ഗുണമാണ് കാണുന്നത്. പൊതുവേ തങ്ങളുടെ വ്യക്തിത്വം, പ്രത്യേകിച്ചും സൗന്ദര്യപരമായ വ്യക്തിത്വം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മേടക്കൂറിൽപ്പെട്ട സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുടെ ഇടയിലെ ഇമേജ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. 7ര ശനിയുടെ തുടക്കമാണ്. അതുപോലെ തന്നെ വ്യാഴം ഇപ്പോൾ ഇവർക്ക് 3-ലാണ് സഞ്ചരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ അതിനകത്തു നിന്നുകൊണ്ടുള്ള മറ്റു ഗ്രഹങ്ങളുടെ ചലനം അല്ലെങ്കിൽ സംക്രമണം അത് വച്ചിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൂടി മനസ്സിലാക്കിക്കൊള്ളണം. ചാരവശാലുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഗ്രഹനില നോക്കി പറയുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാമെന്ന് പലപ്പോഴും സൂചനകൾ തരുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനെ ഓരോരുത്തരും ഗ്രഹിക്കാൻ എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നു. ഏതായാലും പൊതുവെ ഗുണമാണ്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മേടക്കൂറിന് കഴിഞ്ഞ ഒരു മാസം ജനുവരി മാസത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, അതായത് കൃത്യമായി അവരുടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നീതിപൂർവകമായി അവരുടെ കർമ്മരംഗത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ചില അധികാരങ്ങളുടെയും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചില മേൽക്കോയ്മകളുടെയും ഇടപെടലുകൾ കൊണ്ട് സ്വന്തം കർമ്മരംഗത്ത് മാനസിക വിഷമങ്ങൾ നേരിട്ടവർക്ക് ഇക്കുറി അത് മാറുന്നു. ഫെബ്രുവരി മാസത്തിൽ അത് മാറുന്നു. കൃത്യമായി തങ്ങളുടെ കർമ്മം നന്നായി, പ്രത്യേകിച്ചും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം, ഫെബ്രുവരി മാസത്തിൻ്റെ പകുതിക്ക് ശേഷം തങ്ങളുടെ ജോലി ഏറ്റവും നന്നായി അവർക്ക് പ്രവർത്തിക്കാനും ആ പ്രവർത്തനത്തിൽ അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിക്കാനും ആ പ്രവർത്തനങ്ങൾക്ക് അനുമോദനങ്ങൾ ലഭിക്കാനും അധികാരികളുടെയും മേലധികാരികളുടെയും ഒക്കെ പ്രോത്സാഹനം ലഭിക്കാനും സാധ്യതയുള്ളതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര തരപ്പെടുന്നു. യാത്ര കൊണ്ട് പൊതുവേ ഗുണം കാണുന്നു. സ്വദേശത്തായാലും വിദേശത്തായാലും യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രണയം സഫലീകരിക്കപ്പെടുന്നു. വിവാഹം നടക്കുന്നു. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള കൂട്ടു ബിസിനസ്സോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാന്ധവങ്ങളോ അതൊക്കെ തന്നെയും ഗുണകരമായി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അതിൽ നിന്ന് ദോഷമോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതായി കാണുന്നില്ല. അതുപോലെ പൊതുവേ ഇവരുടെ സന്താനങ്ങൾക്കുണ്ടായിരുന്ന ചില ദോഷവസ്ഥകളും മാറുന്നുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റം വരുന്നു. ഇവരുടെ തന്നെ വിദേശത്തുള്ള ആശ്രിതർക്കുണ്ടായിരുന്ന ചില ആശങ്കകളും പ്രശ്നങ്ങൾക്കും മാറ്റം വരുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിലും അവരുടെ വരുമാന സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് മാറ്റം വരുന്നു. ത്വക്ക് സംബന്ധമായ അസുഖം ആണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ കൂടുതലായി വരാനുള്ള സാധ്യത. പൊതുവെ അവരുടെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗവും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ പിതാവിനും അത്ര നല്ലതല്ല. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ പിതാവിന് ചില ദോഷവശങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രായം അനുസരിച്ച് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ നയന സംബന്ധമായ പ്രശ്നങ്ങളോ, നയനങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ വിലപ്പെട്ട അവയവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമൊക്കെ ആകേണ്ടി വന്നേക്കാം. ഇതാണ് പൊതുവെ മേടക്കൂറിൻ്റെ അവസ്ഥ. സാമ്പത്തികമായി ഗുണമാണ്. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും.
ശാരീരികമായി ത്വക്ക് സംബന്ധമായ രോഗമോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. സന്താനങ്ങളുടെ അവശതകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പഠന സംബന്ധമായാലും ശരി, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലായാലും ശരി, പിതാവിന് ദോഷം കാണുന്നുണ്ട് ആരോഗ്യ സംബന്ധമായി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7, 8, 9, 15, 16, 17 രാവിലെ 9 മണിവരെ, 15, 16, 17, 18, 19 സായാഹ്നം വരെ, ശേഷം 21 രാത്രി 7 മണി കഴിഞ്ഞ് 22, 23 രാത്രി 10 മണി വരെ, അത് കഴിഞ്ഞാൽ 26, 27 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെ സജീവമായ ചില ഗുണങ്ങൾ ഉണ്ടാകുന്നു. അത് 2-3 ഘട്ടങ്ങളായിട്ടുണ്ടാകുന്നതാണ്. മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ, ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ഇവർക്ക് ഗുണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം വർദ്ധിച്ച തോതിൽ ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഏറ്റവും നന്നായി അവരുടെ പ്രവർത്തന രംഗത്ത് അവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നത് കൊണ്ട് വരും കാലങ്ങളിൽ അവരുടെ ജോലിയുടെ സുരക്ഷ വർദ്ധിക്കുന്നു, സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുന്നു. ചെയ്ത കാര്യങ്ങൾക്കൊക്കെ തന്നെയും വിജയമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ ലാഭത്തിനപ്പുറം ചെയ്ത കർമ്മങ്ങളിൽ, ചെയ്ത പ്രവർത്തനങ്ങളിൽ അവരുടെ വിജയം അവർക്ക് തന്നെ ആത്മസംതൃപ്തി ലഭിക്കുന്ന തരത്തിൽ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിതാവിന് ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരിക്കാം മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് മുമ്പ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്കും ഇവരുടെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങളും തുടയുടെ ഭാഗങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ പറയുന്ന ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തുടയെല്ലിനോ അല്ലെങ്കിൽ ഇടുപ്പെല്ലിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പഠന സംബന്ധമായ കാര്യങ്ങളിൽ മാസത്തിൻ്റെ 2ാം പകുതിയാണ് കൂടുതൽ ഗുണം. പ്രത്യേകിച്ചും പഠന സംബന്ധമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പഠനത്തിന് ശ്രമിക്കുന്നവർ, അതല്ലെങ്കിൽ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെയും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും 2ാം പകുതിയിൽ അത്തരം തടസ്സങ്ങൾ പൂർണ്ണമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും, എത്രമാത്രം പരിഹാസ്യ അവസ്ഥകൾ നേരിടേണ്ടി വന്നാലും, വിമർശനങ്ങൾ നേരിടേണ്ടി വന്നാലും, ഇവരുടെ മനോധൈര്യവും മനസ്സിൻ്റെ ഉറച്ച നിലപാടുമാണ് ഈ മാസത്തിൽ ഇവരെ കൂടുതൽ സഹായിക്കുന്നത്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ അവസാന ആഴ്ച വരെയും, അതായത് ആദ്യത്തെ 3 ആഴ്ചകൾ വരെയും ഇവർ വളരെ ചടുലമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഫലമായി തന്നെ ഇവർക്ക് ഏതു മേഖലയിൽ വ്യാപരിച്ചാലും അവിടെ നിന്ന് നല്ല റിസൾട്ട് കൊയ്യാൻ സാധിക്കുന്നു. കർമ്മരംഗത്ത് അങ്ങേയറ്റം സംശുദ്ധിയോടുകൂടി, നീതിപൂർവകമായി, വിജയത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ പറയുന്ന മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ഉള്ള ദിവസങ്ങളിൽ മേലധികാരികളുടെ ചില ഇടപെടലുകൾ ഉണ്ടാകാം എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഇവർക്ക് മനോവിഷമം നേരിടേണ്ടി വന്നേക്കാം. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനിയും വ്യാഴവും നല്ല സ്ഥലത്ത് സഞ്ചരിക്കുന്നതിനാൽ ഇവരുടെ ഭാഗത്താണ് ഇപ്പോൾ ഈശ്വരാധീനമുള്ളത്. അതുകൊണ്ട് ആരൊക്കെ എത്ര വലിയ അധികാരിയായാലും, എന്തൊക്കെ വിഘാതങ്ങൾ ഇവരുടെ കർമ്മരംഗത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ വിജയകരമായി അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ കാണുന്നു. മനോവിഷമം ഉണ്ടാകാം. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളെയോ അല്ലെങ്കിൽ തങ്ങളുടെ ബോസിനെയോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ എതിർക്കുന്നത് കൊണ്ടോ വാദമുഖങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ടോ ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. എങ്കിലും ഒടുവിൽ അതൊക്കെ തന്നെയും ഇവരുടെ ഭാഗത്തുള്ള ന്യായം കൊണ്ട് മാറ്റപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണകരം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. പിതാവിനൊരു ശസ്ത്രക്രിയയുടെ ആവശ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇവരുടെയും ഇടുപ്പല്ലിൻ്റെയും തുടയെല്ലിൻ്റെയും ഭാഗങ്ങളിലോ കാൽമുട്ടിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാം. അതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. പ്രത്യേകിച്ചും പിതാവുമൊത്ത് സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അഗ്നി, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. സാധാരണ വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അഗ്നിയുടെ മേഖലയിൽ ഫയർ സർവീസിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിലോ ഒക്കെ ജോലി ചെയ്യുന്നവരും പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊള്ളണം. ഈ നക്ഷത്രത്തിൽപ്പെട്ട വീട്ടമ്മമാരും അടുക്കളയിൽ പ്രത്യേകം ശ്രദ്ധ വേണം. കത്തി, തീയ്, അഗ്നി, ഇലക്ട്രിസിറ്റി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കുന്നവർ അടുക്കളയിൽ നിൽക്കുന്നവരായതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. ഇപ്പോൾ അടുക്കളയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പറയില്ല. പൊതുവെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ, ഇലക്ട്രിസിറ്റിയുമായും തീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, കത്തി പോലുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ, അതുപോലെ ഭാരമുള്ള വസ്തുക്കൾ, ജിമ്മിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 7 ഉച്ചയ്ക്ക് ശേഷം 8, 9, 10, 11, 12 ഉച്ചവരെ, അതിനുശേഷം 17 രാവിലെ 9 മണി കഴിഞ്ഞ് 18, 19 സായാഹ്നം വരെ,
19 സായാഹ്നമല്ല, പിന്നെ 19 സായാഹ്ന ശേഷവും 20, 21 രാത്രി 7 മണി വരെയും, അത് കഴിഞ്ഞാൽ 23 രാത്രി 10 മണി കഴിഞ്ഞ് 24, 25, 28 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് തടസ്സമുണ്ട്. എന്നാൽ അനുകൂലമായി ഗ്രഹങ്ങൾ 3-ാം തീയതിക്ക് ശേഷം നല്ല സ്ഥലത്തേക്ക് വരുന്നത് കൊണ്ട് ഈശ്വരാധീനം ഇവർക്ക് കൃത്യമായി കാണുന്നു. ഈശ്വരാധീനം ദേവീ കടാക്ഷത്തിൻ്റെ രൂപത്തിൽ ഇവരിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ എന്താണോ തങ്ങളുടെ കർമ്മരംഗം, എന്താണോ തങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അത് അതിൻ്റേതായ രീതിയിൽ തന്നെ വിജയകരമായി മുന്നോട്ട് പോകാൻ ഈശ്വരാനുഗ്രഹം ഇവർക്ക് വരുന്നു. പ്രത്യേകിച്ചും ആദ്യ ആഴ്ച കഴിയുമ്പോൾ, ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ആ തരത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നു. കർമ്മരംഗത്ത് അവരുടെ കഴിവ് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. പ്രത്യേകമായ സ്കില്ലോ മറ്റെന്തെങ്കിലും വഴിയോ ജീവിക്കുന്നവർക്ക് അത് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ട് അവരുടെ പ്രവർത്തന രംഗം കൂടുതൽ പ്രകാശമാനമാക്കാൻ അവർക്ക് സാധിക്കുന്നു. തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നു. സഹപ്രവർത്തകരുടെയും അതുപോലെ മേലധികാരികളുടെയും പ്രശംസകൾ അതുവഴി വാങ്ങാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ചിലരെങ്കിലും ഇവരെ അസൂയയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കോ ഉണ്ടാകുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അത് ശാരീരികമായി എന്തെങ്കിലും അവശതയുണ്ടാകാനോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മോശം അവസ്ഥ ഉണ്ടെന്ന് പ്രചരിപ്പിക്കാനോ ഒക്കെ പലരും ശ്രമിക്കും എന്ന് കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ തടയിടാം. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ ഉപാസനാമൂർത്തിയെ കൃത്യമായി ധ്യാനിച്ചുകൊണ്ട് തന്നെ അവരുടെ കർമ്മരംഗത്ത് നിൽക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിതാവിന് ശാരീരികമായ അവശത കാണുന്നുണ്ട് ഇവർക്കും. ചിലപ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷമായിരിക്കാം ഇവർ ആസൂത്രണം ചെയ്ത ചില വലിയ യാത്രകൾ സാധ്യമാവുകയുള്ളൂ. പ്രത്യേകിച്ച് മിഥുനക്കൂറിൽപ്പെട്ടവരുടെ മക്കൾക്ക് അവരുടെ ഉപരിപഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വിദേശത്തോ മറ്റോ പോകണമെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വദേശത്തു തന്നെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കോ എന്തെങ്കിലും തടസ്സം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ രണ്ടാം പകുതിയിൽ ഇതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ഗുരു കാരണവസ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരുടെ കാര്യങ്ങൾക്ക് ഒരു വഴികാട്ടിയായി നിൽക്കുന്നവരോ അവരുമായി ബന്ധപ്പെട്ട് ഈ മിഥുനക്കൂറിൽപ്പെട്ട വ്യക്തികൾക്ക്, മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാനുള്ള സാധ്യത അത് ഒരു ശാപമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്തുകയോ ചെയ്യുന്നു എന്ന ചിന്ത കാരണം ചിലപ്പോൾ ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചുകൊണ്ട് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും സൗമ്യമായി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയേണ്ടിയിരിക്കുന്നു. ഇത് കാരണവസ്ഥാനത്തുള്ളവരുടെയോ അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള രക്തബന്ധത്തിൽപ്പെട്ടവരുടെയോ അവരോട് മാത്രമോ ഉള്ള കാര്യമല്ല. ഒരുപക്ഷെ ഇവരുടെ മേലധികാരികളുടെയോ അല്ലെങ്കിൽ സൂപ്പർ ബോസിൻ്റെയൊക്കെ അടുത്തും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാം. അത്തരം അവസ്ഥകൾ ഉണ്ടായാൽ അവിടെ മറ്റു ബന്ധങ്ങളൊന്നും കണക്കിലെടുക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ചിന്തിച്ചു കൊള്ളണം. അതുകൊണ്ട് അങ്ങേയറ്റത്തെ കരുതൽ, ശ്രദ്ധ, ഈ വാക്ക് ഞാൻ വീണ്ടും തന്നെ ഉപയോഗിക്കുകയാണ്. പലർക്കും ശ്രദ്ധ എന്ന് കേൾക്കുമ്പോൾ അലർജിയും ചിരിയും ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഇത് തന്നെ പറയുന്നു, അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി തന്നെ തങ്ങളുടെ കർമ്മരംഗത്ത് നിൽക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നു. മറ്റൊരു പ്രധാന വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ അപകട സാധ്യതകളാണ്. അസ്ഥി സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ പേശി സംബന്ധമായ കുഴപ്പമോ ഉണ്ടാകാം. വാദസംബന്ധമായ അസുഖമുള്ളവർക്ക് എന്തെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടായാൽ അത് ചലനത്തെ വല്ലാതെ ബാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് വാഹനം സൂക്ഷിച്ചോടിക്കുക. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതി വരെ വളരെ വികാരാവേശത്തോടു കൂടിയുള്ള വർത്തമാനമോ ഇടപെടലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ഒരു നിയന്ത്രണം വരുത്തുക. അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യാങ്കളിയിലേക്കോ കേസ് വഴക്ക് ഇതിലേക്കൊക്കെ മാറാം. പ്രത്യേകിച്ചും ആദ്യ പകുതിയിൽ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. എന്തായാലും മാസത്തിൽ പൊതുവെ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കും. അതിന് തക്കവണ്ണമുള്ള ഈശ്വരാധീനമുണ്ട്. ഈ കണ്ടകശനിയുടെ തടസ്സങ്ങളെ അവർക്ക് അതിജീവിക്കാൻ സാധിക്കും ഈശ്വരാധീനം കൊണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, അത് കഴിഞ്ഞാൽ 10, 11, 12, 13, 14, ശേഷം 19 സായാഹ്ന ശേഷം 20, 21 രാത്രി 21, 22, 23 രാത്രി 10 മണി വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 26, 27 ദിവസങ്ങളും താരതമ്യേന ഭേദപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ അപ്രതീക്ഷിതമായ ധനസഹായം വരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങൾ വഴിയും, സ്ത്രീ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ സ്ത്രീ സുഹൃത്തുക്കളാവാം, ചിലപ്പോൾ ഭാര്യ വീട്ടുകാരാവാം, ഭാര്യയാവാം, അതല്ലെങ്കിൽ മകളുടെ ജോലിയിൽ നിന്നോ മകളുടെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടത്തിൽ നിന്നോ കിട്ടുന്ന സഹായമാവാം, അതുമല്ലെങ്കിൽ ഇവരുടെ മാതാവിൽ നിന്ന് കിട്ടുന്ന സഹായമാവാം, അതല്ലെങ്കിൽ സഹോദരിയിൽ നിന്ന് കിട്ടുന്ന സഹായമാവാം. ഏതായാലും സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്ന്, സ്ത്രീ ബന്ധങ്ങളിൽ നിന്ന് ഇവർക്ക് സഹായമുണ്ടാകുന്നതായി കാണുന്നു. ഇനി ഈ കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കും അവരുടെ ജീവിത പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നോ ഒക്കെ സഹായം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓർക്കാപ്പുറത്തുള്ള സഹായം ഇവർക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ വരെ വന്നേക്കാം എന്ന് കാണുന്നു. എന്നാൽ ഏറ്റവും വിലപ്പെട്ട കാര്യം, ഇവർക്ക് കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ചെറിയ ചില തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പൊതുവേ കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ ഈ മാസത്തിലും ഈ ആഴ്ചയിലുമൊക്കെ നേരത്തെ കണ്ടിരുന്നു, ഈ മാസത്തിൽ ഒരൽപ്പം അകൽച്ച കാണുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കർമ്മ പദ്ധതികൾ മൂലം ചിലപ്പോൾ കുറേ കാലം സ്വന്തം നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഒക്കെ അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. രോഗസംബന്ധമായ കാര്യങ്ങളാൽ ആശുപത്രിവാസമോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന അവസ്ഥയോ ഉണ്ടാകാം. അതൊന്നുമല്ലെങ്കിൽ പിണക്കമോ പ്രശ്നമോ സംശയമോ ഒക്കെ കൊണ്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യത്തിൽ ദോഷം കാണുന്നില്ല. ആശങ്കകൾക്ക് അറുതി കാണുന്നുണ്ട്. രാഹുവിനെയും അതുപോലെ ബുധനെയും ശുക്രനെയും അതുപോലെ തന്നെ 23-ാം തീയതി പകർച്ച ചെയ്യപ്പെടുന്ന ചൊവ്വയെയും സൂര്യനെയും ഒക്കെ തന്നെ വ്യാഴം വീക്ഷിക്കുന്നതിനാൽ പൊതുവെ ഇവർക്ക് ഈശ്വരാധീനമുണ്ട്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവാധിപനായ സർവേശ്വരനായ വ്യാഴമാണ് ഈ പറയുന്ന 4 ഗ്രഹങ്ങളെ, രാഹു ഉൾപ്പെടെ 5 ഗ്രഹങ്ങളെ ഫെബ്രുവരി 23-ന് ശേഷം പ്രധാനമായുമാകുമ്പോൾ 5 ഗ്രഹങ്ങളെയും വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9-ൽ നിൽക്കുന്ന ക്രൗര്യഗ്രഹങ്ങൾക്ക് ഈ കർക്കിടകക്കൂറുകാരെ ദ്രോഹിക്കാനോ അവരുടെ ഭാഗ്യത്തിന് തടസ്സമിടാനോ സാധിക്കുകയില്ല. സ്വാഭാവികമായും ഈ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതിൻ്റെ സ്വാഭാവികമായും ഈ രാഹു അഷ്ടമത്തിൽ നിൽക്കുന്നതിൻ്റെ ദോഷാവസ്ഥകൾ ശുക്രൻ്റെയും ബുധൻ്റെയും സാമീപ്യം കൊണ്ട് മാറിക്കിട്ടുന്നു. സൂര്യൻ അഷ്ടമത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, പിതാവിനത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ഫെബ്രുവരി 13-ന് ശേഷം പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അത്ര നല്ലതല്ല. കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ കുഴപ്പമോ ഉണ്ടാകാം. ഇതൊന്നും ഗൗരവം അർഹിക്കില്ല, കാരണം ശുഭഗ്രഹങ്ങളുടെ നോട്ടവും ശുഭഗ്രഹങ്ങളുടെ യോഗവും ഉള്ളതിനാൽ. എന്നാൽ പേരിനെങ്കിലും അതുണ്ടാവണം. അല്ലെങ്കിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ശാരീരികമായ ആവശ്യത ഉണ്ടാകാം. പൊതുവെ വാതരോഗ സംബന്ധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളാണ് കർക്കിടകക്കൂറിൽപ്പെട്ടവരെങ്കിൽ അവരുടെ അത്തരം അവസ്ഥകൾ മൂർച്ഛിക്കാനിടയുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. പൊതുവെ ഇവർക്കിപ്പോൾ സാമ്പത്തികമായ ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയമുണ്ട്. തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. ഓർക്കാപ്പുറത്ത് ഇവർക്ക് പ്രവർത്തന രംഗത്തു നിന്ന് പാരിതോഷികമായോ അല്ലെങ്കിൽ പ്രോത്സാഹനമായോ ധനപരമായോ ഗുണമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ഞാൻ പ്രധാനമായും പറഞ്ഞു. ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാം. അതുപോലെ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഇവർക്കും നേരിടേണ്ടി വന്നേക്കാം. ഫെബ്രുവരി മാസം കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, അത് കഴിഞ്ഞാൽ പിന്നെ 12 ഉച്ച കഴിഞ്ഞ് 13, 14, 15, 16, 17 രാവിലെ 9 മണി വരെ, ശേഷം 21 രാത്രി 7 മണി കഴിഞ്ഞ് 22, 23, 24, 25 തീയതികളും അത് കഴിഞ്ഞാൽ 28 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സാമ്പത്തികമായിട്ട് ഒട്ടും പിന്നാക്കം നിൽക്കേണ്ടി വന്നിട്ടില്ല ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. എന്നാൽ ഈ മാസത്തിൽ ഇവർ അല്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പൊതുവെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഒരു പ്രശ്നമായി മാറാം. അതുമല്ലെങ്കിൽ ഇവരുടെ പൊതുവായുള്ള ജീവിതത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമുണ്ടാകാവുന്ന മനോവിഷമം നേരിടേണ്ടി വന്നേക്കാം. യാത്ര തടസ്സപ്പെടാം ആദ്യ പകുതിയിൽ, എന്നാൽ രണ്ടാം പകുതിയിൽ യാത്രകൾ അനുകൂലമാകുന്നു, ആ യാത്രയുടെ ഗുണം കിട്ടുന്നു. സാമ്പത്തികമായ ലാഭം ആദ്യ പകുതി അത്ര നല്ലതല്ല, എന്നാൽ രണ്ടാം പകുതി കൂടുതൽ ഗുണകരം. അതായത് ഫെബ്രുവരി മാസത്തിൻ്റെ 13-ന് മുമ്പുള്ള ദിവസങ്ങൾ സാമ്പത്തികമായ അത്ര നല്ലതല്ലെങ്കിലും, അത്ര നല്ലതല്ല എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തെ താരതമ്യം ചെയ്യുമ്പോൾ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണകരം എന്ന് കാണുന്നുണ്ട്, കൂടുതൽ ലാഭകരം എന്ന് കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം
ഇവരുടെ ഉദരസംബന്ധമായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് അറുതി വരുന്നുണ്ട്, പ്രത്യേകിച്ചും 13-ാം തീയതിക്ക് ശേഷം. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി നേരിട്ടിരുന്ന ചില അനാസ്ഥകൾ, പ്രവർത്തനങ്ങളിലെ മടി, ആ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നു. ഊർജ്ജസ്വലമായി തങ്ങളുടെ കർമ്മരംഗത്ത് ഇവർക്ക് ഇടപെടാൻ സാധിക്കുന്നുവെന്ന് കാണുന്നു. അതുപോലെ ചില ബന്ധങ്ങൾ, പുതുതായി ചില ബന്ധങ്ങൾ മുറുകുന്നു. ആ ബന്ധങ്ങളിൽ നിന്ന് മനസ്സിന് സമാധാനം ലഭിക്കുന്നു. അതുപോലെ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നു. ഒരു സൊസൈറ്റിയിൽ നിന്നും അകന്ന് ഒരു ഇൻട്രോവേർട്ട് ലൈഫ് നയിച്ചിരുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും ചിങ്ങക്കൂർ ആണെങ്കിൽ അവർക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഒരു എക്സ്ട്രോവേർഷൻ്റെ അവസ്ഥ, പുറത്തേക്ക് ഒരു ബഹിർഗമന രീതി, എല്ലാവരുമായി ഇടപഴകാനുള്ള ഒരവസ്ഥ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ അവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം, ഇടപെടുന്ന രംഗങ്ങളിൽ ഗുണം, ഒരുമിച്ച് ചേരുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഗുണം, പ്രത്യേകിച്ച് മാസത്തിൻ്റെ 2-ാം പകുതിയിൽ. എന്നാൽ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാനോ അല്ലെങ്കിൽ യാത്ര കൊണ്ടോ പ്രവർത്തനങ്ങളിലെ തിരക്ക് കൊണ്ടോ മാറി നിൽക്കേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ലാഭം ഇപ്പോഴും കാണുന്നു. തലവേദന പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. ഓർക്കാപ്പുറത്തുള്ള തടസ്സങ്ങൾ മനസ്സിനെ വല്ലാതെ ബാധിക്കും. എത്ര മുറുക്കമുള്ള, എത്ര ഗൗരവ ശക്തിയുള്ള മനസ്സായാലും ചില തടസ്സങ്ങൾ ഇവരെ വല്ലാതെ പീഡിപ്പിക്കുകയും വളരെ കുഞ്ഞിനെ പോലെ പരിതാപകരമായ അവസ്ഥയിൽ കരച്ചിലിൻ്റെ വക്കത്തോളം എത്തുന്ന ചില ദുർബലമായ അവസ്ഥകൾ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരുന്നതായി കാണുന്നുണ്ട്, പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ. അതുകൊണ്ട് കാര്യങ്ങൾ നേരിടുമ്പോൾ അത് വിശിഷ്യ വളരെ വിമർശനാത്മകമായി തങ്ങളെക്കൊണ്ട് കൃത്യമായി അത് ചെയ്യാൻ സാധിക്കുമോ എന്ന ആശങ്കയുള്ള സംഭവങ്ങളാണെങ്കിൽ പ്രാർത്ഥിച്ച് അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പഠിച്ച് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. എല്ലാം ഈസിയായിട്ട് ചെയ്യാം എന്നുള്ള അബദ്ധധാരണ മാറ്റിയെടുക്കണം എന്ന് കൃത്യമായി ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നു. ശാരീരികമായി അവശത ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് കൃത്യമായി ശ്രദ്ധിക്കണം. അതിന് മാറ്റം വരുത്താൻ ശ്രമിക്കണം പരമാവധി. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് മാറ്റം വന്നെങ്കിലും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള അവസ്ഥകൾ വീണ്ടും വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ, അവസാന ആഴ്ചയിൽ കാണുന്നുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. ഈ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 7 ഉച്ചയ്ക്ക് ശേഷം 8, 9, 15, 16, 17, 18, 19 സായാഹ്നം വരെ. അത് കഴിഞ്ഞാൽ 23 രാത്രി 10 കഴിഞ്ഞ് 24, 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ അത്തം, ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളാണ് കൂടുതൽ ഗുണകരം. മാസത്തിൻ്റെ 2-ാം പകുതി ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇവരുടെ സാമൂഹികമായി ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തികളുമായുള്ള ബന്ധം, അതുവഴി നടത്തപ്പെടുന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ചില പ്രത്യേക ഏരിയകളിൽ ഇവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ അവസ്ഥ, ഇതിൽ മാസത്തിൻ്റെ 2-ാം പകുതി താരതമ്യേന കുറച്ച് മോശമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരവും. ഫെബ്രുവരി മാസം 13, 14 വരെ, ഏകദേശം 15 വരെയും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് ഗുണമുണ്ട്. എന്നാൽ ഈ 15-ാം തീയതി വരെയും ഇവരുടെ ബന്ധങ്ങളിൽ ചില അയവുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇവരുടെ സുപ്പീരിയേഴ്സുമായിട്ടോ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ടോ അധികാരവർഗങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ ഫെബ്രുവരി പകുതിക്ക് ശേഷം അത്തരം ബന്ധങ്ങളിൽ കുഴപ്പമില്ലെങ്കിലും സാമ്പത്തികമായിട്ട് അത്ര വലിയൊരു ഇത് കാണുന്നില്ല. ഒരുപക്ഷെ അടുത്ത മാസങ്ങളിൽ അത് കൂടുതൽ ആക്റ്റീവ് ആകുമായിരിക്കാം. ചിലപ്പോൾ ഇവർക്കുണ്ടാകുന്ന ചില ലാഭവിഹിതത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കർമ്മരംഗത്ത് ഇവർ ആഗ്രഹിച്ചിരുന്ന പ്രൊമോഷൻ കിട്ടുകയും ആ പ്രൊമോഷൻ അനുസരിച്ചുള്ള ശമ്പള വർധനവോ വേതന വ്യവസ്ഥകളിലെ വർധനവോ കൃത്യമായിട്ട് ഇവർക്ക് അനുഭവപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ സാധൂകരിക്കപ്പെടുമെന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ തന്ത്രപരമായ കാര്യങ്ങൾ മെനയേണ്ടി വരും എന്ന് കാണുന്നു. മുട്ടലിന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത, ഷോൾഡർ അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട് അകന്നു നിൽക്കുന്നു എങ്കിൽ പോലും തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി തങ്ങളുടെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുവാനും ഒരു പ്രയാസവും കൂടാതെ ആഹാരവും അതുപോലെ തന്നെ താമസ സൗകര്യത്തിനുമൊക്കെ തന്നെ ഇവർക്ക് വഴി തുറന്നു കിട്ടുന്നതായും കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കാം, പക്ഷേ വീട്ടിൽ നിൽക്കുന്ന അതേ അനുഭവം ഇവർക്കുണ്ടാവുകയും ചെയ്യും. ഒറ്റപ്പെട്ട് നിൽക്കാം, എന്നാൽ സുഹൃത്തുക്കൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പം എല്ലാത്തിലും ഒരു നോ ഉണ്ടെങ്കിലും മറ്റൊരു യെസ് ഇവരിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മനസ്സുകൊണ്ട് ദോഷമുണ്ടാകുമെന്ന് കാണുന്നില്ല.
നന്നായി പഠിച്ച് ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഒരു വല്ലാത്ത ഉഴപ്പിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇവരെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ, ഏതാണോ നല്ലത് ചീത്ത എന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നൊരവസ്ഥ പലപ്പോഴും ഇവരുടെ പല കാര്യങ്ങളിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇവർക്ക് നല്ല ബുദ്ധി വേണം, അല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ ഉപദേശം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. ഏതായാലും കർമ്മരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിലാണ് കൂടുതൽ. രണ്ടാം പകുതിയിൽ ഈ പറഞ്ഞ വകതിരിവുകൾ കൃത്യമായി അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് കാണുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ട്, വരുമാനങ്ങളിൽ വർധനവുണ്ടാകുന്നുണ്ട്. ആദ്യ പകുതിയിൽ കൂടുതൽ വരുമാനം വരുന്നതുകൊണ്ട് അത് കൂടുതൽ സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. സ്ത്രീകളാൽ ശത്രുക്കൾ ഉണ്ടാകും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും കർമ്മരംഗത്ത്. അതുകൊണ്ട് തന്നെ ചിലവുണ്ടാകാനും സാധ്യതയുണ്ട്, അത് പ്രത്യേകമായി കാണുക. ഈ മാസത്തിൽ പൊതുവെ ഇവർക്ക് നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 5, 6, 7 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ പിന്നെ 10, 11, 12 ഉച്ചവരെ, ശേഷം 17 രാവിലെ 9 മണി കഴിഞ്ഞ് 18, 19, 20, 21 രാത്രി 7 മണി വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 26, 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. വീട്ടിൽ പൊതുവേ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഇവർക്ക് കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം വരുന്നുണ്ട്. വലിയ ലെവലിലുള്ള ഒരവസ്ഥയായിരിക്കണമെന്നില്ല, എന്നാലും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്ന പിരിമുറുക്കവും പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു അറുതി വന്നിട്ടുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. അത് കുറച്ചുകൂടി വർദ്ധിക്കുന്നു ഫെബ്രുവരി മാസത്തിൽ, പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ച തുടങ്ങുമ്പോൾ. അതായത് സാമ്പത്തിക ലാഭം കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സന്തോഷമാർന്ന സഹകരണം കാണുന്നു. കുടുംബാംഗങ്ങൾ, സന്താനങ്ങൾ ഇവരൊക്കെ വളരെ ആക്റ്റീവായി നിൽക്കുന്നു. അവരുടെ ഭയാശങ്കകൾക്ക് മാറ്റമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലോ അവിടെ ജോലി കിട്ടുന്ന കാര്യത്തിലോ കുറച്ചുകൂടി അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യരംഗത്ത് പൊതുവേ മാറ്റമുണ്ടാകുന്നു. ആശിച്ച കാര്യങ്ങൾ നേടുവാൻ തക്കവണ്ണമുള്ള അവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നു ഫെബ്രുവരി മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ. സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നവർ മുമ്പ് അവരെ സഹായിക്കാതിരുന്നത് ഇപ്പോൾ സഹായിക്കാൻ വരുന്നതായി കാണുന്നു. അത്തരം വാഗ്ദാനങ്ങൾ കിട്ടുന്നു. അതിനെ ഒന്നും മാനിച്ചില്ലെങ്കിൽ പോലും മറ്റേതെങ്കിലും വിധത്തിൽ ഈശ്വരാധീനം പോലെ, ഭാഗ്യം പോലെ ഇവരിലേക്ക് ധനപരമായ ഒരു ഒഴുക്കുണ്ടാകുമെന്ന് തന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന കടബാധ്യതയിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടുന്ന തരത്തിൽ സാമ്പത്തിക വരവ് കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം പൊതുവേ ഇവർക്ക് ഗുണകരമാകുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടുംബത്തിൽ ഒരു അടുക്കും ചിട്ടയും വരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ആശയം, അത് ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിലും പൊതുവെ നടത്തിക്കൊണ്ടുപോകുന്ന ആ ഭരണ സംവിധാനത്തിനായാലും പുതിയ ആശയങ്ങൾ വരുന്നു. ഈ ആശയങ്ങൾ പ്രായോഗികമാക്കുന്നത് വഴി ഫെബ്രുവരി മാസത്തിൽ തന്നെ ഈ തുലാക്കൂറിൽപ്പെട്ടവർക്ക് ഗുണമാണ് കാണുന്നത്. അതുകൊണ്ട് ഈശ്വരാധീനവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. തങ്ങളിൽ കുറേ നാളായി അവശേഷിച്ചിരുന്ന ഭാഗ്യക്കേടിൻ്റെ ദോഷത്തെ ഈശ്വരാധീനം ദൃഷ്ടി കൊണ്ട് മാറ്റുന്നുവെന്ന് വേണം കാണാൻ. അതായത് ഭാഗ്യം വളരെ അനുകൂലമായി വരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമാണ് ഇവരുടെ അവസ്ഥ. ത്വക്ക് സംബന്ധമായ രോഗങ്ങളിൽ നിന്നോ ഒരു കാരണവുമില്ലാതെ ആശങ്കകളിൽപ്പെട്ട് ഉഴലുന്നതുമായി കഴിഞ്ഞ കുറച്ചു കാലം ജീവിച്ചിരുന്ന ഈ തുലാക്കൂറിൽപ്പെട്ടവരുടെ സന്താനങ്ങൾക്കോ ആശ്രിതർക്കോ ആ ദോഷാവസ്ഥകൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവരുടെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾ, പ്രത്യേകിച്ചും മാതാവിൻ്റെ ഭാഗത്തുള്ളവരോ മാതാവിനോ അല്ലെങ്കിൽ മാതൃരക്തത്തിൽപ്പെട്ടവർക്കോ ആ രക്തബന്ധുക്കൾക്കോ ശാരീരികമായ അവശതയുണ്ടാകാം. ഒന്നുകിൽ ശരീരത്തിൻ്റെ ചലനശേഷിയിൽ എന്തെങ്കിലും കുറവുണ്ടാവുക, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമോ നയന സംബന്ധമോ പേശി സംബന്ധമോ ആയ പ്രശ്നമുണ്ടാകുക, വാതരോഗ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുഴപ്പങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ അവസ്ഥകളാണ് കാണുന്നത്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം എന്ന് കാണുന്നു. അതുപോലെ തന്നെ സ്വന്തം സ്ഥലത്ത്, താമസിക്കുന്ന സ്ഥലത്ത് ചില മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ആഭ്യന്തരമായി ചില മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 7 ഉച്ചയ്ക്ക് ശേഷം 8, 9, 12 ഉച്ച കഴിഞ്ഞ് 13, 14, 19 സായാഹ്ന ശേഷം 20, 21, 22, 23, അത് കഴിഞ്ഞാൽ പിന്നെ 28 ദിവസങ്ങളാണ് ഭേദപ്പെട്ട ദിവസങ്ങൾ. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ
തുടക്ക ദിവസങ്ങൾ, അതായത് ആദ്യ ആഴ്ചയിൽ തന്നെ ഇവർക്ക് ഗുണകരമായ ഒരുപാട് അവസ്ഥകൾ വരുന്നു. പ്രത്യേകിച്ച് ഇവർ ഇടപെടുന്ന ആ സൊസൈറ്റിയിൽ, ആ സമൂഹത്തിൽ, അതെവിടെയായാലും ശരി, അവിടെ നിന്ന് ഇവർക്ക് വളരെ അനുകൂലമായ പിന്താങ്ങലുകൾ, സപ്പോർട്ടുകൾ ഉണ്ടാകുന്നു. അത് അവരുടെ ടാക്ടിക്സ് വഴിയോ, അതായത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകളോ മറ്റെന്തെങ്കിലും സ്കില്ലോ ഉണ്ടെങ്കിൽ ആ സ്കില്ലുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തന രംഗത്ത് അത് ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുന്ന സഹകാരികൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവർ ഉണ്ടാകുന്നതായി കാണും. ഒരേ തൂവൽ പക്ഷികൾ പോലെ ഒരു പ്രത്യേക സംരംഭത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ എന്ന മട്ടിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ആ അന്തരീക്ഷം അതിനനുസരിച്ച് ചമയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാനാകുന്നു. മാതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാതാവിൻ്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ അവസ്ഥകൾ ഇവർക്കുണ്ടാകുന്നു. മാതാവിൻ്റെ മനസ്സിൻ്റെ അവസ്ഥകൾക്ക് കുറച്ചുകൂടി ആശ്വാസം കിട്ടുന്നതായി മാറുന്നു. പുതിയ ചില സാങ്കേതിക പ്രവർത്തനങ്ങൾ, പുതിയ ആശയങ്ങൾ ഇവ കടന്നു വരുന്നു. അന്യ ദേശവുമായി ബന്ധപ്പെട്ട്, കടലു കടന്നുള്ള ദേശവുമായി ബന്ധപ്പെട്ട്, അതായത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ജോലിക്കോ പഠനത്തിനോ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾക്കോ പുതിയ ചില മുഖങ്ങൾ കൈവരുന്നു, ആശയങ്ങൾ കൈവരുന്നു. അതിവരുടെ കർമ്മരംഗത്ത് ഏറ്റവും നന്നായി ഇവർക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രവർത്തന രംഗത്തുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ, പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ചില ശേഷിക്കുറവുകൾ, അതിനൊക്കെ മാറ്റമുണ്ടാകുന്നു. കാര്യപ്രാപ്തി, കാര്യക്ഷമത കൃത്യമായി നിലവിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് മറ്റുള്ളവരുടെ മതിപ്പ് വർദ്ധിക്കുന്നു. സ്വാഭാവികമായും അത് കർമ്മരംഗത്ത് ഇവരുടെ വരുമാന വർധനവിന് കാരണമായി മാറുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ ഇവർക്ക് അല്പം കൂടി, പ്രത്യേകിച്ച് ഇവരുടെ സ്വന്തം കാര്യങ്ങളിൽ പങ്കുകൊള്ളാൻ അല്പം കൂടി കാലതാമസമുണ്ട്. എന്നാൽ പൊതുവെ ഈശ്വരാധീനം ദേവീ കടാക്ഷത്തിൻ്റെ രൂപത്തിൽ ഇവരിലേക്ക് വന്നിരിക്കുന്നു. ഇവർക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും സംയമനത്തോടു കൂടിയും ഏറ്റവും സൗമ്യമായുമൊക്കെ ഇടപെടാൻ തക്കവണ്ണമുള്ള ബൗദ്ധികമായ ഒരു നിലവാരം ഉയരുന്നു. അതുകൊണ്ട് തന്നെ മുൻദേഷ്യം, കോപം, പൊതുവേ വൃശ്ചികക്കൂറിലുള്ളവർക്ക് ചൊവ്വ വളരെ പ്രോമിനൻ്റായി നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. ഇവിടെ തന്നെ ഈ മാസത്തിൽ തന്നെ മാസത്തിൻ്റെ ആദ്യ 3 ആഴ്ചകൾ കഴിയുമ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ ഇവരുടെ വാക്കേറ്റവും ഇവരുടെ ദേഷ്യവും കൊണ്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിന് മുമ്പ് വരെ വളരെ ഊർജ്ജസ്വലമായി ഇവരുടെ കർമ്മരംഗത്ത് ശോഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഓർക്കാപ്പുറത്ത് അഹങ്കാരം കൊണ്ടെന്ന പോലെയോ അല്ലെങ്കിൽ വികാരത്തിൻ്റെ ആവേശത്താലോ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പുറത്തേക്ക് വന്നേക്കാം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയുന്നു. അവനവൻ്റെ നാവിൽ നിന്ന് പോകുന്ന വാക്കുകൾ അവനവനല്ലാതെ മറ്റാർക്കാണ് ശ്രദ്ധിക്കാൻ കഴിയുക. അതുകൊണ്ട് ഒരല്പം മെഡിറ്റേഷൻ, ഒരല്പം പ്രാർത്ഥന, കുറച്ചു നേരമെങ്കിലും ഒറ്റയ്ക്കിരിക്കുക, കുറച്ചു നേരമെങ്കിലും അവനവനിലേക്ക് തന്നെ മനസ്സ് കൊണ്ടുപോവുക. അപ്പോൾ ഈ എടുത്തുചാട്ടവും അബദ്ധചാരണങ്ങളും ഒക്കെ തന്നെ മാറും. അതിന് ശ്രമിക്കുക. പ്രത്യേകിച്ചും വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക് പൊതുവെ ഇവർക്ക് നല്ലതാണ്. ഈ എടുത്തുചാട്ടത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഒക്കെ പുറത്ത് ശാരീരികമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, വൈദ്യുതി, തീ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ജിമ്മിൽ പോകുമ്പോഴും ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴും വാഹനം ഓടിക്കുന്നതിൽ സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ സാഹസികത കാണിക്കുന്നവർക്കും ദോഷകരമായ അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ, ഈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ 7 ഉച്ചയ്ക്ക് ശേഷം 8, 9, 10, 11, 12 ഉച്ചവരെ, ശേഷം 15, 16, 17 രാവിലെ 9 മണിവരെ, അത് കഴിഞ്ഞാൽ 19 സായാഹ്നത്തിന് ശേഷം 20, 21 രാത്രി 7 മണിവരെ, ശേഷം 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണും. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. മാസത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും ആളുകളോട് ഇടപഴകുന്ന കാര്യത്തിലും തങ്ങളുടെ കർമ്മരംഗത്തിനു വേണ്ടി ഇവർ ചെയ്യുന്ന ശ്രമങ്ങൾ ഏറ്റവും പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലുമൊക്കെ തന്നെ അങ്ങേയറ്റത്തെ സൗമ്യതയും മറ്റും നിലനിർത്തുന്നു. എന്നാൽ ഏറ്റവും ചടുലമായി തങ്ങളുടെ കാര്യങ്ങൾ പറയാനും തങ്ങളുടെ അഭിപ്രായങ്ങൾ ന്യായീകരിച്ചെടുക്കാനും ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് ഇവർ കാണിക്കുന്ന ഒരു ഇമ്പാക്റ്റ് കൃത്യമായിട്ട് ഇവർക്ക് ഭാവിയിൽ ഗുണം നൽകുന്ന തരത്തിൽ മാറ്റമുണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇവരുടെ കർമ്മരംഗത്ത് നല്ല പ്രതിബന്ധങ്ങളുണ്ട്. 10ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് പല വിധത്തിൽ ശനി തടസ്സപ്പെടുത്തും. എവിടെ തങ്ങുന്നു അവിടെ എല്ലാം തടസ്സം എന്നാണ്. 4ാം ഭാവം കൊണ്ട് തങ്ങുന്നിടമെല്ലാം ചിന്തിച്ചിടണം എന്നാണ് പ്രമാണം. അപ്പോൾ 4ാം ഭാവം കൊണ്ട് മാതാവിന് ജനിച്ച സ്ഥലം, അതുപോലെ താമസിക്കുന്ന സ്ഥലം, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വാഹനം,
അതുപോലെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥലം, ഇതെല്ലാം ചിന്തിക്കണം. സമൂഹത്തിൽ എവിടെ ഇടപെടുന്നു അവിടെ എല്ലാം. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്ത് കണ്ടകശനി നിൽക്കുന്നതിനാൽ തീർച്ചയായും അവിടെ നിന്നെല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇപ്പോൾ ഇവർക്ക് 2ാം ഭാവത്തിൽ ചൊവ്വ ഉച്ചനായി നിൽക്കുകയും 7ൽ വ്യാഴം നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ ന്യായങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കും. അതിന് ഈശ്വരാധീനം ഇവരിലുണ്ട്. സ്വാഭാവികമായും അത് കർമ്മരംഗത്ത് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പൊതുവേ ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. പൊതുവേ ഇവരുടെ പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്. പൊതുവേ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഇഫക്റ്റീവ്നെസ്, അക്ഷമത കൃത്യമായി കാണുന്നുണ്ട്. കാര്യക്ഷമതയുണ്ടെങ്കിൽ പ്രവർത്തനം വിജയിക്കും. പ്രവർത്തനം വിജയിച്ചാൽ അത് സാമ്പത്തിക നേട്ടത്തിന് കാരണമാവും. അത് കൃത്യമായിട്ട് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. മാസത്തിൻ്റെ ആദ്യ ആഴ്ച കഴിയുമ്പോൾ ഇവർക്ക് ഇവരുടെ അഭ്യുദയകാംക്ഷികളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ധനപരമായോ മറ്റു തരത്തിലുള്ള സഹായമോ ലഭിക്കാൻ സാധ്യതയുമുണ്ട്. ചിലപ്പോൾ ഇവരുടെയൊക്കെ പ്രാർത്ഥനയും കൂട്ടപ്രാർത്ഥനയും ആത്മാർത്ഥതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ തന്നെ ഇവർക്ക് അനുഗ്രഹമായി മാറാം. ധനുക്കൂറിൽപ്പെട്ടവർക്ക് ആ തരത്തിൽ സർവേശ്വരൻ തൻ്റെ നില അങ്ങനെ പരിഭാഗപ്പെടുത്തിയിരിക്കുകയാണ് ധനുക്കൂറിന് വേണ്ടി. അതുകൊണ്ട് സ്വാഭാവികമായും ഇവരുടെ കാര്യങ്ങളിൽ വിജയമുണ്ടാവും. തൽക്കാലത്തെ തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. വാക്ക് സൂക്ഷിച്ചുപയോഗിക്കണം. അതുപോലെ വീട്ടിൽ ചില കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ ചെയ്യുന്ന ഇടത്തിലും അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി വാക്കുകൾ പ്രയോഗിക്കുക. തങ്ങൾക്ക് ഇനിയും ഈ ജോലി വേണമെന്നും വരുമാനം വേണമെന്നും കുടുംബം പുലർത്തണമെന്നും ഒക്കെയുള്ള ചിന്ത ആദ്യം വരണം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഏത് സാഹസിക മേഖലയിലും ഏത് വിമർശനങ്ങളെയും അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും. ഈശ്വരാധീനമുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. മാസം പൊതുവേ ഇവർക്ക് ഗുണകരമാണ്. 2ാം പകുതി കൂടുതൽ ഗുണകരമാണ്. മേലധികാരികളിൽ നിന്നുമൊക്കെ സപ്പോർട്ട്, പിന്തുണ കിട്ടുക, അവരുടെ അനുഗ്രഹത്തോടു കൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുകയൊക്കെ മാസത്തിൻ്റെ 2ാം പകുതിയിൽ കൂടുതൽ കാണുന്നു. ആദ്യ പകുതിയിൽ ഇവർ ശ്രമിച്ച ശ്രമങ്ങൾ 2ാം പകുതിയിൽ വിജയം കാണുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പൊതുവേ ഗുണകരമാണ്. ആരോഗ്യകരമായി വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുഖം ശ്രദ്ധിക്കണം. മോണ, പല്ല്, മൂക്ക്, നെറ്റിത്തടങ്ങൾ, കവിൾത്തടങ്ങൾ, കീഴ്ത്താടി ഇൻഫെക്ഷനോ മറ്റോ എന്തോ വരാൻ സാധ്യതയുള്ളതായി കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7, 8, 9, 12 ഉച്ച കഴിഞ്ഞ് 13, 14, 17 രാവിലെ 9 മണി കഴിഞ്ഞ് 18, 19 സായാഹ്നം വരെ, 23 രാത്രി 10 മണി കഴിഞ്ഞ് 24, 25, 26, 27 ദിവസങ്ങൾ ഭേദപ്പെട്ടതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ ഭാഗം, തിരുവോണം നക്ഷത്രം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അനിഷ്ട സ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. എന്നാൽ 2ാം ഭാവത്തിൽ ബുധനും ശുക്രനും സഞ്ചരിക്കുന്നു. ഫെബ്രുവരി 6-ന് ശുക്രനും ഫെബ്രുവരി 4-ന് ബുധനും കുംഭത്തിൽ പ്രവേശിക്കുന്നു. ചൊവ്വ ബലവാനായി 12-ൽ നിൽക്കുന്നു. ചൊവ്വ ബലവാനായി ലഗ്നത്തിൽ, ജന്മലഗ്നത്തിൽ നിൽക്കുന്നു. സൂര്യനും കൂടെയുണ്ട്. സൂര്യൻ്റെ ശനിയുടെ രാശി അത്ര നല്ലതല്ല. അപ്പോൾ പൊതുവേ ഇവർക്ക് അഷ്ടമത്തിൽ കേതുവുണ്ട്, 3-ൽ ശനി നല്ലതാണ്. അതുപോലെ തന്നെ ശുക്രൻ 2-ൽ നിൽക്കുന്നതും ബുധൻ 2-ൽ നിൽക്കുന്നതും നല്ലതാണ്. ചൊവ്വ ജന്മത്തിൽ ബലത്തോടെ നിൽക്കുന്നത് കൊണ്ട് ചൊവ്വ കൊണ്ട് ഗുണമുണ്ട്. സൂര്യനും കേതുവും ദോഷസ്ഥലത്ത് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ആരോഗ്യം, കാര്യങ്ങളിലെ തടസ്സം, മേലധികാരികളുമായി തർക്കം, തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് തന്നെ ആത്മവിശ്വാസക്കുറവ്, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ആത്മവിശ്വാസക്കുറവിനെ തന്നെ ആത്മവിശ്വാസമാക്കി മാറ്റാൻ തക്കവണ്ണമുള്ള കെൽപ്പ് ഇവർക്കുണ്ട്. അതിനുള്ള മാനസിക ശേഷി, അതിനുള്ള മനസ്സിൻ്റെ ശക്തി ഇവരിലുണ്ട്. അതുകൊണ്ട് അതിനെ അനായാസം പ്രാവർത്തികമാക്കുക എന്നതാണ് മകരക്കൂറുകാരോട് പറയാനുള്ളത്. വലിയ ഹിമാലയൻ ടാസ്കുകൾ മുമ്പിൽ വന്നാലും പതറാതെ അത് ചെയ്യുക. ചെയ്താൽ കൃത്യമായിട്ട് ഇവർക്ക് റിസൾട്ട് ഉണ്ട് എന്ന് കാണിക്കുന്നു. കാരണം 2-ലെ ശുക്രൻ പ്രവർത്തനങ്ങളിലെ വിജയമാണ്. 2-ലെ ബുധൻ കാണിക്കുന്ന മികവാണ്. എന്താണോ അറിയാവുന്നത് അത് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാണ് 2-ലെ ബുധൻ. ബുധൻ അറിവാണ്, വിദ്യയാണ്. അത് 2-ൽ നിൽക്കുമ്പോൾ ബുധന് ഇരട്ട സ്ഥാനങ്ങൾ വളരെ ഗുണകരമാണ് ചാരവശാൽ. അപ്പോൾ ചാരവശാൽ 2-ലെ ബുധൻ വളരെ ഗുണത്തെ ചെയ്യും. പ്രത്യേകിച്ചും ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും ബന്ധുവിൻ്റെ കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും, മാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലും. അതുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനം, തങ്ങളുടെ വാക്ക്, തങ്ങളുടെ കഴിവ്, തങ്ങളുടെ ബുദ്ധിശക്തി ഇത് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. തീർച്ചയായും പ്രതിരോധം ഉണ്ട്. അത് സ്വന്തം ആരോഗ്യത്തിൻ്റെ പ്രശ്നത്തിലായാലും, സ്വന്തം കുടുംബത്തിൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നായാലും, അല്ലെങ്കിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നായാലും, അധികാരം എന്ന് പറയുന്ന ആ
സുവർണ സിംഹാസനത്തിൽ നിന്നായാലും ഇവർക്ക് തടസ്സമോ പ്രശ്നങ്ങളോ കാണുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാനും ഇവർക്ക് സാധിക്കുന്നു. മഹാഗണപതിയെയും മഹാദേവനെയും കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇവർക്ക് പോകാൻ സാധിക്കും, വിജയത്തിലേക്ക് പോകാൻ സാധിക്കും. ദേവിയുടെ അനുഗ്രഹം കൂടെയുണ്ട്, ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്. 9ാം ഭാവാധിപനായ ബുധനാണ് 2-ൽ വ്യാഴവീക്ഷണത്തിൽ നിൽക്കുന്നത്. അതുപോലെ യോഗകാരകനായ ശുക്രനാണ് 2-ൽ നിൽക്കുന്നത്. അപ്പോൾ കലാപരമായി കഴിവുള്ളവർ, എന്തെങ്കിലും സ്കിൽ ഉപയോഗിച്ച് ജീവിക്കുന്നവർ, അവർക്കൊക്കെ ശോഭിക്കാൻ സാധിക്കും. ധനപരമായി നല്ല വരുമാനം കാണുന്നു. ഭാഗ്യം അനുഗ്രഹിച്ച് ഈ മാസത്തിൽ, ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് നല്ല വരുമാനമുണ്ടാകും. പ്രത്യേകിച്ചും ആദ്യ ആഴ്ച കഴിയുമ്പോൾ മുതൽ അത് തുടങ്ങും. അതുപോലെ 23-ന് ശേഷം ഇവർക്ക് ചൊവ്വ കൂടി 2-ലോട്ട് വരികയാണ്. അപ്പോൾ ജോലിസ്ഥലത്ത് ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരാം. പക്ഷേ അതിനെ അതിജീവിക്കാൻ കൃത്യമായി സാധിക്കുകയും ചെയ്യും. എന്തായാലും രോഗം അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഇത് കൃത്യമായി കാണുന്നുണ്ട്. ദൂരയാത്രകൾ ചെയ്യേണ്ടി വരുന്നതായി കാണുന്നു. അല്ലെങ്കിൽ അടുത്തായാലും യാത്രകൾ വളരെ ഫ്രീക്വൻ്റായി ചെയ്യേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നേരത്തെ തന്നെ എന്തെങ്കിലും ശാരീരികമായ അവശതയുള്ളവർ, വാദസംബന്ധമായ രോഗമുള്ളവർ, BP-യോ കൊളസ്ട്രോളോ ഉള്ളവർ, അതുപോലെ തന്നെ ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലും അൾസർ പോലെയുള്ള അസുഖമുള്ളവർ, ഈ വീട്ടിൽ നിന്നല്ലാതെ പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അലർജിയോ പ്രശ്നങ്ങളോ ഉള്ളവർ, ഇവരൊക്കെ തന്നെയും നല്ല കരുതലെടുക്കണം. ശരീരത്തിൽ മുറിവുണ്ടാകാനുള്ള സാധ്യത, പൊള്ളലേൽക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നും പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. എന്നാലും അതെല്ലാം ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കുമായതിനാൽ ഗുണകരം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. വ്യാഴം 6-ൽ നിൽക്കുന്നതിൻ്റെ ദോഷാവസ്ഥകൾ മനസ്സിൽ സങ്കല്പിച്ചു കൊള്ളണം. പണം ക്രമീകരിക്കുന്ന കാര്യത്തിലും പണം ഉപയോഗിക്കുന്ന കാര്യത്തിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിലും അങ്ങേ അറ്റത്തെ ശുഷ്കാന്തിയും ജാഗ്രതയും അത്യാവശ്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, അത് കഴിഞ്ഞാൽ 7 ഉച്ചയ്ക്ക് ശേഷം 8, 9, 10, 11, 12, അത് കഴിഞ്ഞാൽ 15, 16, 17 രാവിലെ 9 മണി വരെ, ശേഷം കഴിഞ്ഞാൽ 19 സായന ശേഷം 20, 21 രാത്രി 7 മണി വരെ, അത് കഴിഞ്ഞാൽ 26, 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. അതുപോലെ തന്നെ ശുക്രനും ബുധനും വരുന്നു. ബുധൻ ജന്മത്തിൽ അത്ര നല്ലതല്ല, എന്നാൽ ശുക്രൻ വളരെ ഗുണകരമാണ്. ശുക്രൻ യോഗകാരകനാണ്, 4ഉം 9ഉം ഭാവാധിപൻ. വ്യാഴം വീക്ഷിക്കുന്നത് കൊണ്ടും പൊതുവെ ഗുണകരമാണ്. ജന്മലഗ്നത്തിന് വ്യാഴത്തിൻ്റെ വീക്ഷണമുള്ളത് നല്ലതാണ്. 12-ൽ പോയി ചൊവ്വ നിൽക്കുന്നു. അതുപോലെ തന്നെ 12-ൽ സൂര്യനും നിൽക്കുന്നു. അപ്പോൾ കണ്ണുകൾ ശ്രദ്ധിച്ചു കൊള്ളണം. പിതാവുമായി ബന്ധപ്പെട്ട അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. മേലധികാരികളുമായി തർക്കം ഇവർക്കും ഉണ്ടാകാനുള്ള സാധ്യത. ചിലപ്പോൾ യാത്രകൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെ ശ്രദ്ധിക്കണം. 2ാം പകുതി കുറച്ചുകൂടി ഗുണകരമാണ്. കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമെന്ന് കാണുന്നു. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അങ്ങേയറ്റം കഠിനാധ്വാനത്തോടുകൂടി ചെയ്യുമെന്ന് കാണുന്നുണ്ട്. തങ്ങൾക്ക് അറിയാവുന്ന മേഖലയിൽ ഏറ്റവും നന്നായി ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. അല്ലാത്തവ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കടം വാങ്ങിയെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങിവെക്കും. ആ പുതിയ പ്രോജക്റ്റുകൾക്ക് കൂടുതൽ ലാഭകരമായ അവസ്ഥ കാണുന്നുണ്ട്. തുടക്കം വളരെ മനോഹരമായിട്ടാണ് കാണുന്നത്. ഈശ്വരാധീനത്തിൻ്റെ വലിയ അനുഗ്രഹം കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരാം. ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയോ ഇൻഫെക്ഷനോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോഴും ഇവരുടെ ചില ആയാസങ്ങളിൽ, പ്രത്യേകിച്ച് വാക്ക് പ്രയോഗിക്കുന്നതിലും അതുപോലെ തന്നെ ചില ആശയങ്ങൾ കൈമാറുന്നതിലും ഉള്ള ചില ചെറിയ അലംഭാവങ്ങൾ ചിലപ്പോൾ ഇവരുടെ കർമ്മരംഗത്തെ സ്വാധീനിക്കാൻ, നെഗറ്റീവായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈശ്വരാധീനത്തിൻ്റെ ഒറ്റ രക്ഷപ്പെടൽ കൊണ്ട് മാത്രമായിരിക്കാം ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നത്. അതായത് തെറ്റ് ചെയ്തു പോയാലും അലംഭാവം കാണിച്ചാലും ബന്ധപ്പെട്ടവർ അത് വേണ്ടത്ര പരിഗണനയ്ക്കെടുക്കില്ല എന്നതാണ് ആ ഈശ്വരാധീനം. അത് കാണുന്നുണ്ട്. ധനപരമായി നല്ല നേട്ടം കാണുന്നു. പ്രത്യേകിച്ചും 2ാം ഭാവാധിപൻ ഇവരുടെ ജന്മലഗ്നത്തിലേക്ക് വീക്ഷിക്കുന്നത് കൊണ്ട് പണം ഈശ്വരൻ തന്നെ ഇവർക്ക് നേരിട്ട് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവേ ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നു. പല്ലിനോ മോണയ്ക്കോ അസുഖമുണ്ടാവാം. അതുപോലെ പ്രത്യേകമായി ത്രോട്ടിൻ്റെ ഭാഗങ്ങളും ശ്രദ്ധിക്കണം. ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വാദസംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാം. ജീവിത പങ്കാളിക്ക് അസുഖമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, അത് കഴിഞ്ഞാൽ 10, 11, 12, 13, 14, ശേഷം 17 രാവിലെ 9 മണിക്ക് ശേഷം 18, 19 സായാഹ്നം വരെ, അത് കഴിഞ്ഞാൽ 21 രാത്രി 7 മണി കഴിഞ്ഞ് 22, 23 രാത്രി 10 മണി വരെയും, അത് കഴിഞ്ഞാൽ 28-ാം തീയതിയും ഭേദപ്പെട്ട ദിവസങ്ങളാണ്.
അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ പകുതി സാമ്പത്തികമായി വളരെ ഗുണകരമാണ്. രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ ഗുണകരം മാസത്തിൻ്റെ ആദ്യ പകുതിയാണ്, ഫെബ്രുവരി മാസം. പൊതുവേ ഇവർ വീട്ടിന് ആശ്വാസമേകുന്ന, വീട്ടിന് ഗുണം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കാണുന്നു. അതല്ല, ഇവരുടെ പ്രവർത്തന മണ്ഡലം എവിടെയാണോ ആ പ്രവർത്തന മണ്ഡലത്തിന് കൂടുതൽ ഗുണം കിട്ടുന്ന തരത്തിലുള്ള പുതിയ പ്രോജക്റ്റുകൾ ഇവർ സ്ഥാപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾക്ക് വലിയ വിജയമുണ്ടാകുന്നതായി കാണുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ ഒരുപാട് വിദഗ്ധരോ സാമ്പത്തിക ശേഷിയുള്ളവരോ ഇവരെ സഹായിക്കുമെന്നും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ പഴയ വിമർശനങ്ങൾ തീർത്തും നിസ്സാരമാക്കിക്കൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില പ്രത്യേക അവസരങ്ങളിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകുകയോ അത് സംബന്ധിച്ച് ഉദരസംബന്ധമായ അവസ്ഥകൾ, രോഗാവസ്ഥകൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ഏതോ ഒരു ഇൻഫെക്ഷൻ, ഏതോ ഒരു രോഗാവസ്ഥ ഇവരുടെ ഉദരത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് കൃത്യമായ മെഡിക്കേഷൻ നടത്തി, പരിശോധന നടത്തി അതിന് എന്താണ് പ്രതിവിധി എന്ന് കണ്ടെത്തുന്നതാണ് ഇവരുടെ മുന്നോട്ടുള്ള കൃത്യമായ ആരോഗ്യ സംഭവമായ കാര്യത്തിനും അതുപോലെ തന്നെ ആരോഗ്യം നൽകുന്ന കർമ്മരംഗത്ത് നൽകുന്ന ശേഷിക്കും കൂടുതൽ ഗുണകരമെന്ന് പറയുന്നു. കർമ്മരംഗത്ത് ഏറ്റവും നന്നായിട്ട് ഇവർക്ക് നിലയുറപ്പിക്കണമെങ്കിൽ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബയാസ്ഡ് അവസ്ഥ അവർക്ക് എപ്പോഴുമുണ്ട്. അത് വേണോ ഇത് വേണോ എന്നുള്ള ആശയക്കുഴപ്പങ്ങൾ. അതുകൊണ്ട് തന്നെ ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു അറുതി വരണം. കൃത്യമായി തങ്ങളുടെ മേഖല ഏതെന്നും പ്രവർത്തന രംഗം ഏതെന്നും അതിൽ എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി തങ്ങൾക്ക് മനസ്സർപ്പിക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറിയാൽ ഏറ്റവും നല്ലൊരു അവസ്ഥ ഇവർക്കിപ്പോൾ കാണുന്നുണ്ട്. കാരണം കർമ്മരംഗത്തേക്ക് സർവേശ്വരൻ്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ തെളിഞ്ഞു കിടപ്പുണ്ട് തങ്ങളുടെ കർമ്മമേഖല. അതിൽ പ്രവർത്തിച്ചാൽ മാസത്തിൻ്റെ ആദ്യഫലങ്ങൾ വളരെ ഗുണകരമാണ്. രണ്ടാമത്തെ ആഴ്ചയിൽ ഇവരുടെ പ്രവർത്തന രംഗം ശുഷ്കിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുമോ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ആദ്യ പകുതിയാണ് ഈ മാസത്തെ മൊത്തം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ കൂടുതൽ ഗുണകരമായി നിൽക്കുന്നത്. രണ്ടാം പകുതി കൂടുതൽ ഊർജ്ജസ്വലമാകേണ്ടി വന്നാലും അതിനനുസരിച്ചുള്ള ലാഭം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. മാത്രമല്ല, രണ്ടാമത്തെ പകുതിയിൽ പ്രവർത്തിക്കുന്ന രംഗത്തു നിന്നു തന്നെ എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ചാലും ചില വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ട്. പ്രത്യേകിച്ച് ഞാൻ ഇൻഫെക്ഷൻ്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് പനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖം അത് ശരീരത്തിനെ തളർത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4, 5, 6, 7 ഉച്ചവരെ, ശേഷം 12 ഉച്ച കഴിഞ്ഞ് 13, 14, 15, 16, 17 രാവിലെ 9 മണിവരെ, അത് കഴിഞ്ഞാൽ 19 സായാഹ്ന ശേഷം 20, 21 രാത്രി 7 മണിവരെയും 23 രാത്രി 10 മണി കഴിഞ്ഞ് 24, 25 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. ഓം ശനൈശ്വരായ നമ ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിന്, ധർമ്മശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക്, അതുപോലെ തന്നെ ശനീശ്വരന് നീരാഞ്ജനം കഴിപ്പിക്കുക. കറുത്ത അല്ലെങ്കിൽ നീല പട്ട് സമർപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കുക. പിന്നെ തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കാം. അതുപോലെ തന്നെ കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കാം. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരങ്ങൾക്ക്. 100 പാലും കൊടുക്കുക നാഗദൈവങ്ങൾക്ക്. ഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമ ജപിക്കുക. അതുപോലെ തന്നെ കർഗമാല അർപ്പിക്കുക. നാളികേരം മുടയ്ക്കുക. ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക കേതുദോഷ പരിഹാരത്തിന്. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക വ്യാഴദോഷ പരിഹാരത്തിന്. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി മഞ്ഞപ്പട്ട് സമർപ്പിക്കുക വിഷ്ണുദേവൻ്റെ കാൽക്കൽ. പാൽപ്പായസ നൈവേദ്യവും നെയ്വിളക്ക് കത്തിക്കലുമൊക്കെ വളരെ ഉത്തമം. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ ഈ ഫെബ്രുവരി എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.